ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു ചെറിയ ടോപ്പിക് മിസ്സായിപ്പോയി. കഴിഞ്ഞ സ്കീമിൽ ഇത് സെക്കൻഡ് മൊഡ്യൂളിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയിട്ടുള്ളൂ. അപ്പോൾ ആ രൂപത്തിൽ പഠിച്ചാൽ മതി. കമ്പഷൻ പ്രൊഡക്ട്സ്. അപ്പോൾ കമ്പഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പഷന് ശേഷം നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സുകളെ കുറിച്ചാണ് ഇത് നമ്മൾ പഠിക്കുന്നത്. കത്തുന്ന സമയത്ത് നമുക്കറിയാം ജസ്റ്റ് ഹീറ്റ് അല്ലെങ്കിൽ ഫ്ലെയിം മാത്രമല്ല ഉണ്ടാവുക, അതിൻ്റെ കൂടെ സ്മോക്കും ഫയർ ഗ്യാസസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കണം. പിന്നെ സ്പ്രെഡ് ഓഫ് ഫ്ലെയിം ഇൻ സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഒരു ഫ്ലെയിമിൻ്റെ സ്പ്രെഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതേപോലെ സ്മോക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്മോക്കിൽ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ചെറിയ ടോപ്പിക്സ് കൂടി നമുക്ക് നോക്കാനുണ്ട്. ആദ്യം നമുക്ക് നോക്കാനുള്ളത് ഫ്ലെയിമാണ്. ഫ്ലെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന, ഫയറിൻ്റെ അടുത്ത് ഏറ്റവും കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന റീജിയന് നമ്മൾ പറയുന്ന പേരാണ് ഫ്ലെയിം. ഫ്ലെയിം ഈസ് സോൺസ് ഇൻ വിച്ച് കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ഗ്യാസസ് വിത്ത് ഇവല്യൂഷൻ ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ് അക്കംപൈൻഡ് ബൈ വിഗറസ് കമ്പഷൻ. ഓക്കെ, അപ്പോൾ ഇനി ഈ ഓരോ ഫ്ലെയിമും നിങ്ങൾ പല കളറിലുള്ള ഫ്ലെയിം കണ്ടിട്ടുണ്ടാവും. ഈ ഓരോ ഫ്ലെയിമിനും ഓരോ ടെമ്പറേച്ചറാണ്, ഓരോ കളർ ഫ്ലെയിമിനും ഓരോ ടെമ്പറേച്ചറാണ് ഉണ്ടാവുക. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രാവശ്യം ജസ്റ്റ് നോക്കി പോവാം, ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ കാണുന്ന ഫസ്റ്റ് വിസിബിൾ റെഡ് ഏകദേശം അതിൻ്റെ 535 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉണ്ടാവുക. ഇനി ഒരു ഡൾ റെഡ് ആണെന്നുണ്ടെങ്കിൽ 700, ചെറിയ റെഡ് ആണെങ്കിൽ 900, ഓറഞ്ച് ഡള്ളായിട്ടുള്ള ഓറഞ്ച് ആണെങ്കിൽ 1100, ഓറഞ്ച് യെല്ലോ 1200, വൈറ്റ് കളർ ആണെങ്കിൽ 1300, ബ്രൈറ്റ് വൈറ്റ് 1400, ഡാസിലിംഗ് വൈറ്റ് ആണെങ്കിൽ 1500. അപ്പോൾ ഇങ്ങനെ കൊടുത്തു വെക്കുക, റെഡ്, ഓറഞ്ച്, യെല്ലോ, വൈറ്റ്. ആദ്യം അങ്ങനെ പഠിക്കുക. പിന്നെ വിസിബിൾ റെഡ്, ഡൾ റെഡ്, ചെറിയ റെഡ്, ഡൾ ഓറഞ്ച്, ഓറഞ്ച് യെല്ലോ, വൈറ്റ്, ബ്രൈറ്റ് വൈറ്റ്, ഡാസിലിംഗ് വൈറ്റ്. റേഞ്ച് കൊടുത്തു വെക്കുക 500, 700, 900. ആദ്യം 200 വെച്ച് കൂടുന്നു, പിന്നെ 100 വെച്ച് കൂടുന്നു. 500, 700, 535 ഓർത്തുണ്ടെങ്കിൽ 500 നിങ്ങൾ ഓർത്ത് വെക്കുക, 700, 900, 1100. അത്ര 200 വെച്ച് കൂടി, പിന്നെ 100 വെച്ചാണ് കൂടുന്നത്. 1200, 1300, 1400, 1500. അപ്പോൾ 500 ടു 1500 8 ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. പേര് പഠിക്കുക, ഓർഡർ റേഞ്ച് നോക്കുക, റെഡ്, ഓറഞ്ച്, യെല്ലോ, വൈറ്റ്. അങ്ങനെയാണ് അതിൻ്റെ ഓർഡർ പോകുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി സ്മോക്ക്. അപ്പോൾ ഫ്ലെയിം അതോടുകൂടി കഴിഞ്ഞു. ഫ്ലെയിം എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന റീജിയനാണ് ഫ്ലെയിം എന്ന് പറയുന്നത്. ഫ്ലെയിമിൻ്റെ കളർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്മോക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊല്യൂഷനൊക്കെ ഉണ്ടാക്കുന്ന ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനമാണ് സ്മോക്ക് എന്ന് പറയുന്നത്. തീ ഉണ്ടാകുമ്പോൾ ഏറ്റവും ഫയർ ഫൈറ്റേഴ്സിന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനം സ്മോക്കാണ്. തീ എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അത് കാണാൻ പറ്റും, അത് എവിടെ ഉള്ളതെന്നൊക്കെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. സ്മോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിസിബിലിറ്റിയാണ് ബാധിക്കുക. അവിടെയുള്ള ആളുകളെയോ അല്ലെങ്കിൽ അവിടെയുള്ള സാധനങ്ങളെയോ ഒന്നും ഫയർ ഫൈറ്റേഴ്സിന് കാണാൻ പറ്റില്ല. ഫയർ എവിടെ ഉള്ളതെന്ന് പോലും ലൊക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് സ്മോക്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഓക്കെ, അപ്പോൾ സ്മോക്കിനകത്ത് എന്താ ഉണ്ടാവുക? സ്മോക്ക് ഈസ് എ മിക്സ്ചർ ഓഫ് ഹോട്ട് ഗ്യാസസ്, സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ഓഫ് ലിക്വിഡ്. ചെറിയ ഡ്രോപ്ലെറ്റ്സ് ഓഫ് ലിക്വിഡും ഗ്യാസും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്മോക്ക് എന്ന് പറയുന്നത്. അതിനകത്ത് കാർബൺ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇനി അതിന് പ്രധാനപ്പെട്ട കണ്ടന്റ് ഒക്കെ ചെറിയ ക്ലാസ്സിൽ മുതൽ നിങ്ങൾ പഠിക്കുന്നതാണ്, എന്തൊക്കെയാണ് സ്മോക്കിനകത്ത് ഉണ്ടാവുക എന്നുള്ളത്. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, കാർബൺ, ഹൈഡ്രജൻ, സൾഫർ, ഇതാണ് ബേസിക്കലി അതിനകത്ത് ഉണ്ടാവുക. പിന്നെ കുറച്ച് കെമിക്കൽസും ഇതിനകത്ത് ഉണ്ടാവും. സാധാരണ ഫയർ ഗ്യാസസ് എന്നാണ് അതിന് പറയുക. ഫയർ ഗ്യാസസ് എന്ന് പറഞ്ഞാൽ ആംഫിക്സൻസ് ഉണ്ട്, ഇറിറ്റൻസ് ഉണ്ട്, ടോക്സിക്സ് ഉണ്ട്. ഇതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഗ്യാസുകളാണ്, ഫയർ ഗ്യാസുകളാണ്. ഇനി അടുത്തൊരു ടോപ്പിക് പറയുന്നത് സ്പ്രെഡ് ഓഫ് ഫ്ലെയിം ഓൺ ലിക്വിഡ്. ഇത് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ലിക്വിഡിലൂടെ, എന്തെങ്കിലും ഒരു ലിക്വിഡ്, ഒരു ഫ്ലെയിമബിൾ ആയിട്ടുള്ള ലിക്വിഡ് ആണെന്ന് വെച്ചോ, ആ ലിക്വിഡിലൂടെ നമ്മുടെ തീ ഇങ്ങനെ സ്പ്രെഡായി പോവാണ്, ഫ്ലെയിം സ്പ്രെഡായി പോവാണ്. എന്തൊക്കെ ഫാക്ടറിനാണ് ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ അവരാദ്യം പറഞ്ഞത് ഫോർ എ പൂൾ ഓഫ് ലിക്വിഡ് അറ്റ് എ ടെമ്പറേച്ചർ ജസ്റ്റ് എബോവ് ഇറ്റ്സ് ഫയർ പോയിന്റ് ഇഫ് ആൻ ഇഗ്നീഷൻ സോഴ്സ് ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇറ്റ് വിൽ ബേൺ ആസ് എ പ്രീമിക്സ്ഡ് ഫ്ലെയിം. അപ്പോൾ നമ്മുടെ കയ്യിലൊരു പൂൾ ഓഫ് ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ ഫയർ പോയിന്റിനേക്കാൾ കൂടുതലായിട്ടാണ്. ആ ലിക്വിഡ് കത്താൻ എത്രയാണോ ടെമ്പറേച്ചർ വേണ്ടത് ആ ടെമ്പറേച്ചറിലാണ് നമ്മൾ ആ ലിക്വിഡ് കീപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ അടുത്തോട്ട് നമ്മളൊരു ഇഗ്നീഷൻ സോഴ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ലിക്വിഡ് കത്തിപ്പിടിക്കും. അത്രേ അവിടെ പറയുന്നുള്ളൂ. ഒരു പ്രീമിക്സ്ഡ് ഫ്ലെയിം കത്തുന്ന പോലെ കത്തും. ഓക്കെ, അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക. ഫോർ എ പൂൾ ഓഫ് ലിക്വിഡ് അറ്റ് എ ടെമ്പറേച്ചർ ജസ്റ്റ് എബോവ് ഫയർ പോയിന്റ് ഇഫ് ആൻ ഇഗ്നീഷൻ സോഴ്സ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇറ്റ് വിൽ ബേൺ ആസ് എ പ്രീമിക്സ്ഡ് ഫ്ലെയിം. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ ഹയർ ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ലിക്വിഡ് ദ ഹയർ ഈസ് ദ റേറ്റ് ഓഫ് സ്പ്രെഡ്. സ്വാഭാവികമായിട്ടും ലിക്വിഡിന്റെ ടെമ്പറേച്ചർ ആൾറെഡി അത് പ്രീ ഹീറ്റഡ് ആണ്, അല്ലെങ്കിൽ കുറച്ച് ടെമ്പറേച്ചർ കൂടിയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ വീണ്ടും ഒരു ഇഗ്നിഷൻ സോഴ്സ് അതിൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കത്തിവിടുക. സ്പ്രെഡിന് റേറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. ഹയർ ദ ടെമ്പറേച്ചർ ഓഫ് ദ ലിക്വിഡ് മോർ ദ സ്പ്രെഡ് ഓഫ് ദി ഫ്ലെയിം. അതാണ് അടുത്ത പോയിന്റ്. ഇനി അടുത്തൊരു പോയിന്റ് പറയുന്നത് ഈ ലിക്വിഡ് ഇരിക്കുന്നത് അതിന്റെ ഫ്ലാഷ് പോയിന്റിനേക്കാളും
ബിലോ ടെമ്പറേച്ചറിലാണെങ്കിൽ നമ്മൾ ഇഗ്നിഷൻ സോഴ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാലും അത് കത്തിപ്പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ലിക്വിഡ് ഈസ് അറ്റ് എ ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് ഫ്ലാഷ് പോയിന്റ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഇഗ്നൈറ്റ് ഇറ്റ്. ഇങ്ങനെ ഒരു 4-5 പോയിന്റുകൾ പഠിച്ചു വെക്കുക. ഇങ്ങനെ റൈറ്റ് എ നോട്ട് ഓൺ സ്പ്രെഡ് ഓഫ് ഫ്ലെയിം ഓൺ ലിക്വിഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അടുത്തത് സ്പ്രെഡ് ഓഫ് ഫ്ലെയിം ഓൺ സോളിഡ്. സോളിഡ് ആകുമ്പോൾ ഈ ഫ്ലെയിമിൻ്റെ സ്പ്രെഡിന് എന്തൊക്കെ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് പറയുന്നത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിനെ ഈ സ്പ്രെഡ് ഓഫ് ഫ്ലെയിം ഡിപ്പെൻഡ് ചെയ്യും. അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലോ ഡെൻസിറ്റി ആൻഡ് ലോ തെർമൽ കണ്ടക്ടിവിറ്റി വിൽ ഇൻക്രീസ് ദ ഈസ് ഓഫ് ഇഗ്നിഷൻ. ആ ഒരു പോയിന്റെങ്കിലും അവിടെ ഓർത്ത് വെക്കുക. നമ്മുടെ മെറ്റീരിയലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റിയും ഡെൻസിറ്റിയും കുറവാണെങ്കിൽ പെട്ടെന്ന് ഫ്ലെയിം സ്പ്രെഡ് ആവും. ലോ തെർമൽ കണ്ടക്ടിവിറ്റി ലോ ഡെൻസിറ്റി വിൽ എൻഹാൻസ് ഓർ വിൽ ഇൻക്രീസ് ദ ഈസ് ഓഫ് ഇഗ്നിഷൻ എന്നുള്ളത് ഓർത്ത് വെക്കാം. അടുത്തത് തിക്നെസ് ആണ്. നമുക്കറിയാം ഒരു തിക്കായിട്ടുള്ള മെറ്റീരിയലും ഒരു തിന്നായിട്ടുള്ള മെറ്റീരിയലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കത്തിപ്പിടിക്കാൻ എളുപ്പം തിന്നായിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും. പക്ഷേ അതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തിക്കായിട്ടുള്ള മെറ്റീരിയൽ വൺസ് കത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ അത് പ്രലോങ്ഡ് ആയിട്ട് അത് കത്തിപ്പിടിച്ചുണ്ടാകും. അതായത് ഒരുപാട് നേരത്തോട്ട് ആ തീ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ തിന്നായിട്ടുള്ള മെറ്റീരിയലാണ് പെട്ടെന്ന് കത്തിപ്പിടിക്കാൻ ചാൻസ്. തിൻ സെക്ഷൻ ഓഫ് ഫ്യൂവൽ ഗെറ്റ് ഹീറ്റഡ് അപ്പ് റാപ്പിഡ്ലി ബൈ റേഡിയേഷൻ. പെട്ടെന്ന് കത്തുക തിന്നായിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും. തിക്കായിട്ടുള്ള മെറ്റീരിയൽ ഒരു പരിധി വരെ തിക്നെസ് നമ്മളിങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ കത്തിപ്പിടിക്കും. പക്ഷേ പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ കത്താൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ കത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. തിന്നായിട്ടുള്ള മെറ്റീരിയൽ ആകുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും, തിക്കിനേക്കാളും കുറവായിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. നിങ്ങളവിടെ പഠിക്കേണ്ടത് തിന്നായിട്ടുള്ള മെറ്റീരിയൽ പെട്ടെന്ന് കത്തിപ്പിടിക്കും എന്നുള്ളതാണ് ഓർത്ത് വെക്കേണ്ട പോയിന്റ്. ഇനി ഓറിയൻറ്റേഷൻ. നമ്മളിപ്പോൾ ഒരു മെറ്റീരിയൽ എന്ത് മെറ്റീരിയൽ ആയിക്കോട്ടെ, ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു വാതിൽ കത്തിപ്പിടിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വുഡ് കത്തിപ്പിടിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് നോക്കാം. നിൽക്കുന്ന സമയത്ത് അത് വേർട്ടിക്കലി ഫ്ലെയിം സ്പ്രെഡ് ആവുന്നത് താഴ്ന്ന് മുകളിലോട്ടാണെങ്കിൽ അത് ഫാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ആവും. ഓക്കെ, നേരെ മറിച്ച് മുകളിൽ നിന്ന് താഴോട്ടാണെങ്കിൽ വളരെ സ്ലോ ആയിരിക്കും. കാരണം ഇതിനൊരു ബയൻസി എന്ന് പറഞ്ഞിട്ടൊരു പാറ്റേൺ ഉണ്ട്. താഴ്ന്ന് മുകളിലോട്ട് പോകുമ്പോൾ ബയൻസിനെ അത് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ബയൻസി കാരണം പെട്ടെന്ന് പോകും. നേരെ മറിച്ച് അത് മുകളിൽ നിന്ന് താഴോട്ട് വരികയാണെങ്കിൽ ബയൻസിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പ്രെഡ് റേറ്റ് കുറവായിരിക്കും. ഓർത്ത് വെക്കുക, വേർട്ടിക്കലി അപ്വാർഡ് ആണെങ്കിൽ ഫാസ്റ്റ് ആയിരിക്കും, വേർട്ടിക്കലി ഡൗൺവാർഡ് ആണെങ്കിൽ സ്ലോ ആയിരിക്കും. പിന്നെ ജോമെട്രി. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞു, തിക്നെസ് പറഞ്ഞു, ഓറിയൻറ്റേഷൻ പറഞ്ഞു. ഇനി നമുക്ക് ജോമെട്രി ആണ് നോക്കാനുള്ളത്. ജോമെട്രി എന്നുള്ളൊരു മെറ്റീരിയലിൻ്റെ ഷേപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സോളിഡ് ഇരിക്കുന്നത് ഒരു റെക്ടാങ്കുലർ ഷേപ്പാണെന്ന് വെച്ചോ, അതിൻ്റെ കോർണേഴ്സ് ഒക്കെ പെട്ടെന്ന് കത്തിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഫ്ലെയിം വിൽ സ്പ്രെഡ് മോർ റാപ്പിഡ്ലി അലോങ് ദ എഡ്ജ് അല്ലെങ്കിൽ കോർണറിലും എഡ്ജിലൊക്കെ പെട്ടെന്ന് കത്തിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് അവിടെ ഓർത്ത് വെക്കേണ്ട പോയിന്റ്. അതേപോലെ തന്നെ ആസ് ദ വിഡ്ത്ത് ഓഫ് ദി സർഫസ് ഇൻക്രീസസ് ദർ ഈസ് ഇൻക്രീസ് ഇൻ ദി റേറ്റ് ഓഫ് ഫ്ലെയിം. വിഡ്ത്ത് കൂടുന്തോറും അതിൻ്റെ റേറ്റ് ഓഫ് ഫ്ലെയിം കൂടും. 2 പോയിന്റ് ഓർത്ത് വെക്കുക. വിഡ്ത്ത് കൂടുന്തോറും റേറ്റ് ഓഫ് ഫ്ലെയിം കൂടും, എഡ്ജ് പെട്ടെന്ന് കത്തിപ്പിടിക്കും, മോർ ചാൻസ് ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി ടെമ്പറേച്ചർ നമുക്ക് കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ അറിയാവുന്ന പോയിന്റ് ആണ്. ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ആൾറെഡി പ്രീ ഹീറ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ടെമ്പറേച്ചർ കൂടിയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിലോട്ട് ഫ്ലെയിം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇഫ് അൺബേൺഡ് ഫ്യൂൽ ഈസ് പ്രീ ഹീറ്റഡ് എന്നാണ് അത് സ്പെല്ലിംഗ് കറക്ഷൻ ഉണ്ട്. പ്രീ ഹീറ്റഡ് ഫ്ലെയിം സ്പ്രെഡ് വിൽ ബി എൻഹാൻസ്ഡ്. ആ പോയിന്റ് ഓർത്ത് വെക്കുക. അൺബേൺഡ് ഫ്യൂലിനെ പ്രീ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലെയിമിൻ്റെ സ്പ്രെഡ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്തത് എയർ ഫ്ലോ ആൻഡ് ഓക്സിജൻ കോൺസെൻട്രേഷൻ. അത് സ്വാഭാവികമായിട്ടും എയർ ഫ്ലോ കൂടിക്കഴിഞ്ഞാലും ഓക്സിജൻ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാലും കത്താനുള്ള ഫ്ലെയിമിൻ്റെ സ്പ്രെഡിനുള്ള പോസിബിലിറ്റി കൂടുകയാണ് ചെയ്യുക. ഫ്ലോ ഓഫ് എയർ ഓവർ എ സർഫസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ബേണിംഗ് കോസസ് ആൻ ഇൻക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് സ്പ്രെഡ്. നമ്മൾ കത്തിപ്പിടിച്ച ഡയറക്ഷനിൽ എയർ ഫ്ലോ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കത്താൻ എൻഹാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാനുള്ളത് ഓർത്ത് വെക്കുക. അതാണ് എയർ ഫ്ലോ ആൻഡ് ഓക്സിജൻ കോൺസെൻട്രേഷൻ. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് സോളിഡിൽ ഫ്ലെയിമിൻ്റെ സ്പ്രെഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് അത് ഓർക്കുന്നത്. ലോ ഡെൻസിറ്റി, ലോ തെർമൽ കണ്ടക്ടിവിറ്റി, സ്പ്രെഡ് റേറ്റ് കൂടുതലായിരിക്കും. തിക്നെസിൻ്റെ കേസിൽ തിന്നായിട്ടുള്ള മെറ്റീരിയൽ പെട്ടെന്ന് കത്തിപ്പിടിക്കും. ഓറിയൻറ്റേഷൻ്റെ കേസിൽ വേർട്ടിക്കലി താഴ്ന്ന് മുകളിലേക്ക് അപ്വാർഡ് ഡയറക്ഷനിലാണെങ്കിൽ ഫ്ലെയിമിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും. ജോമെട്രി പറയുന്ന സമയത്ത് കോർണർ സെക്ഷൻസും അതുപോലെ തന്നെ വിടുത്ത് കൂടിക്കഴിഞ്ഞാലും ഫ്ലെയിമിൻ്റെ സ്പ്രെഡ് കൂടുതലായിരിക്കും. ഇനി ടെമ്പറേച്ചർ പ്രീ ഹീറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഫ്ലെയിം സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. എയർ ഫ്ലോ ഫ്ലെയിമിൻ്റെ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ അത് ഓക്സിജൻ കോൺസെൻട്രേഷനോ എയർ ഫ്ലോ കൂടിക്കഴിഞ്ഞാലും ഫ്ലെയിം സ്പ്രെഡ് കൂടുന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, ഈ സ്മോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ടൈമിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി വരും. ഒരു പാർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ സ്റ്റേബിൾ ആവും. സ്മോക്കിൻ്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ കൂടി വരും.
പിന്നെ സ്മോക്കിൻ്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വൈറ്റ് സ്മോക്കാണ്, അല്ലെങ്കിൽ കളർലെസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിനകത്ത് കാർബൺ കണ്ടൻറ്റും അല്ലെങ്കിൽ വേറെ പുറത്തുനിന്നുള്ള മെറ്റീരിയലൊക്കെ വരുന്ന സമയത്ത് അൺബേൺഡ് ആയിട്ടുള്ള ഫ്യൂവലൊക്കെ പിന്നെ ഈ സ്മോക്കിൻ്റെ കൂടെ വരുമ്പോഴാണ് നമുക്കതിൻ്റെ വിസിബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുക. അതായത് അത് സൂട്ടി ആയിട്ടുള്ള ബ്ലാക്ക് കളറിലോട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വിസിബിലിറ്റി നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ ആൻഡ് സൈസ് ഓഫ് സ്മോക്ക് പാർട്ടിക്കിളാണ്. സ്മോക്ക് പാർട്ടിക്കിളിൻ്റെ കളർ അല്ലെങ്കിൽ സൈസ് അത് നന്നായിട്ട് നമ്മുടെ വിസിബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഫിസിയോളജിക്കൽ എഫക്റ്റ് ഓഫ് ദി സ്മോക്ക്, സൈസ് ഓഫ് ഒബ്ജക്റ്റ് ബീയിങ് ഒബ്സർവ്ഡ്, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്റ്റേറ്റ് ഓഫ് ദി ഒബ്സർവർ. അതായത് ഇപ്പോൾ നോക്കുന്ന ആൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ചെറിയ സ്മോക്കിന് തന്നെ. കുറച്ച് യങ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ വിസിബിലിറ്റി ഒന്നുകൂടി കൂടും. അങ്ങനെയുള്ള പോയിൻ്റൊക്കെ പറയുന്നത് ജസ്റ്റ് വായിച്ച് നോക്കുക. ഇനി ഇത് നന്നായിട്ട് പഠിക്കണം നമ്മൾ. സ്മോക്കിനകത്ത് അതിൻ്റെ കോമ്പോസിഷൻ എന്തൊക്കെയാണ് സ്മോക്കിനകത്തുള്ളത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഓക്സൈഡ്സ് ആണ്, അതിൻ്റെ നൈട്രജൻ്റെ ഓക്സൈഡ്സ് ഉണ്ട്, സൾഫറിൻ്റെ ഓക്സൈഡ്സ് ഉണ്ട്, കാർബണിൻ്റെ ഓക്സൈഡ്സ് ഉണ്ട്, ഹൈഡ്രജൻ്റെ ഓക്സൈഡ്സ് ഉണ്ട്. അത്രയെങ്കിലും ഓർത്ത് നോക്കുക. അപ്പോൾ നൈട്രജൻ ഓക്സൈഡ്, സൾഫർ ഓക്സൈഡ്, ഹൈഡ്രജൻ ഓക്സൈഡ്, കാർബൺ ഓക്സൈഡ്. അപ്പോൾ കാർബണിൻ്റെ കേസിൽ കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും ഉണ്ട്. ഹൈഡ്രജൻ്റെ കേസിൽ ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ട്, പിന്നെ ഹൈഡ്രജൻ സയനൈഡ് ഉണ്ട്, പിന്നെ നൈട്രജൻ്റെ കേസിൽ നൈട്രജൻ ഓക്സൈഡ്സ് ഉണ്ട്, അമോണിയ. ഇത്രയൊക്കെയാണ് നമ്മുടെ സ്മോക്കിനകത്തുള്ളത്. ഈ സ്മോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാർട്ടാണ്. ഹീറ്റ് എങ്ങനെ എഫക്റ്റ് ചെയ്യും. സ്മോക്ക് തീ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സ്മോക്കിന് അത്യാവശ്യം ചൂടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഹീറ്റ് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഇറിറ്റേഷൻ, വിസിബിലിറ്റി, ടോക്സിറ്റി എന്ന് പറഞ്ഞിട്ട് ഓരോ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി ഓരോ ഫയർ ഗ്യാസുകളും അല്ലെങ്കിൽ ഓരോ കമ്പോണൻസും ഏത് തരം മെറ്റീരിയൽ കത്തുമ്പോഴാണ് കിട്ടുക എന്നാണ് പറയുന്നത്. ടോക്സിക് ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് CO2. അത് നമുക്ക് നൈട്രജൻ ഓക്സൈഡ്സ് കത്തുന്ന സമയത്ത് സെല്ലുലോയിഡ് പോളിയുറത്തേന് കത്തുമ്പോഴാണ് നൈട്രജൻ ഓക്സൈഡ് കിട്ടുക. ഹൈഡ്രജൻ സയനൈഡ് കിട്ടുന്നത് വൂള് സിൽക്ക് കത്തുമ്പോഴാണ്. അക്രലിൻ കിട്ടുന്നത് വുഡ് പേപ്പർ കത്തുമ്പോഴാണ്. സൾഫർ ഡയോക്സൈഡ് റബ്ബർ കത്തുമ്പോഴാണ് കിട്ടുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇനി ഓരോ ഡീറ്റെയിൽഡ് ആയിട്ട് നല്ല മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓരോ ഗ്യാസിൻ്റെയും എഫക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്